ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിനം തന്നെയായിരുന്നു. അതെ, നമ്മുടെ നെവിൻ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്, വാക്ക്ഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും. അതും ഒരു റൺ ബേബി റൺ വാക്ക്ഡ് ഔട്ട് ആയിപ്പോയി എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ടിന് അടുത്തെത്തുന്ന രീതിക്കും, ഒരു വലിയൊരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് അടുത്തെത്തുന്ന രീതിക്കുള്ള ഒരു ഇൻസിഡന്റും ഇന്ന് നടന്നു. നമ്മുടെ അനുമോളും ജിസയിലും തമ്മില് അതിന്റെ പേരില് വീടിലെ ഒരു വലിയ ഗ്യാങ് അനുമോൾക്കെതിരെ തിരികെയാണ്. പക്ഷെ നെവിൻ എവിക്റ്റായത് അനുമോളുടെ ആ ഒരു കേസ് കൊണ്ട് മാത്രമാണോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്ത് തന്നെ നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി സംസാരിക്കാം. അപ്പം രാവിലെ മോർണിംഗ് സോങ്ങിനൊക്കെ ശേഷം, അതിന് മാത്രമല്ല മോർണിംഗ് സോങ്ങിന് മുമ്പ് അനീഷും അതുപോലെ തന്നെ നമ്മുടെ സ്ലേവ്സ്, അതായത് അടിമകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ 8 വരെ എത്തിയിട്ടുള്ളൂ. അവർക്ക് 20 ഇത് ചെയ്യണ്ടേ, അതായത് ഒരു ടാസ്കിന് ഒരു റൗണ്ടിന് 1000 പോയിന്റ്സ് വെച്ചില്ല. അവർ 8 or 10 എന്തോ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അങ്ങനെ എന്താണ്, ആ ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് ശേഷം മോർണിംഗ് സോങ് നമ്മുടെ ആ ഒരു റിലീസ് ചെയ്ത ഓണപ്പാട്ടായിരുന്നു മോർണിംഗ് സോങ് ആയിട്ട് വന്നത്. അതിനുശേഷം ആണ് നമ്മുടെ മെയിൻ പ്രധാന സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനിടയ്ക്ക് അടിമകളെ വിളിച്ചിട്ട് എന്താണ്, ഈ ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് വിളിച്ച് പറയുന്നുണ്ട്, അവരുടെ തിരികെ പോകാനും പറയുന്നുണ്ട് ബിഗ് ബോസ്. അങ്ങനെ നേരെ നമ്മുടെ ടാസ്കിലേക്ക് പോവാണ്. ടാസ്ക് കഴിഞ്ഞ് ഇവർ ഇറങ്ങി പോവാണ്. പിന്നീട് എന്താണ് നടന്നത്, നമ്മുടെ ആദിലയും നോറയും തമ്മില് ഒരു ഡിസ്കഷനാണ്. അതായത് ഇന്നലെ നെവിൻ നമ്മളെ എൻഡിങ്ങില്, അതായത് എപ്പിസോഡ് എൻഡിങ്ങിൽ ജിസയിലും നെവിനും തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നില്ല, ഒരു വഴക്കുണ്ടായിരുന്നില്ല. അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കൊടുത്തത്, നെവിൻ ഫുഡ് കൊടുത്തത്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു അവിടെ നടന്നത്. അങ്ങനെ അവർ അവിടെ സംസാരിക്കുന്നുണ്ട്. അത് എന്താണ്, ജിസയില് ഹ്യൂമാനിറ്റി ഇല്ല, ജിസയിലെ ഹ്യൂമാനിറ്റി ഫേക്ക് ആണെന്നൊക്കെ ആദില പറയുന്നുണ്ട്. അതിനുശേഷം ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം നടക്കുന്നത് കിച്ചണിൽ തന്നെയാണ്. കിച്ചണിൽ നിൽക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഇന്ന് ഫുൾ ടോർച്ചർ തന്നെ ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു അനുമോളല്ല, സ്ലേവ്സിനെ, അനുമോളെ ഉദ്ദേശിച്ച എല്ലാവരും ടോർച്ചർ ചെയ്യാന്നുള്ള തീരുമാനമായിരുന്നു നമ്മുടെ സ്വേച്ഛാധിപതികൾക്ക് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം അവിടെ എന്തോ ബർഗറിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് എന്തോ ജിസയിലും നെവിനും സംസാരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് അനു ട്രിഗർ ആയിട്ട് ബർഗർ നീ കൊണ്ടുപോടി എന്നൊക്കെ പറഞ്ഞ് അനു ട്രിഗർ ആവുന്നുണ്ട്. അങ്ങനെ ട്രിഗർ ആയിട്ട് സംസാരം അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനു പിന്നെയും നമ്മുടെ മേക്കപ്പ് ആരോപണം പറയുകയാണ്. അന്നും ഒരു പിടിച്ചുതള്ളലുണ്ടായത് മേക്കപ്പ് ആരോപണമായിരുന്നു. ഇന്നും ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് മേക്കപ്പിന്റെ ആരോപണം തന്നെയാണ്. ജിസയിലെ മേക്കപ്പ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ അനു അവിടെ ആരോപണം നേരത്തുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കൺമഷി എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനു എന്ത് ചെയ്തു, അനു ജിസയിലെ ചുണ്ടിലെന്തോ ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് തുടച്ചു. പക്ഷെ അനു ചെയ്ത തെറ്റാണ്. കാരണം ജിസയിലിന്റെ പേഴ്സണൽ സ്പേസ് കടന്നാണ് അനുമോള് ചെന്നത്. അങ്ങനെ ഇത് തുടച്ചു. ഇതിൽ പ്രൊവോക്ഡ് ആയിട്ട് ജിസയിൽ എന്ത് ചെയ്തു, അനുമോളെ പിടിച്ചിട്ട് തള്ളു കൊടുത്തു. പക്ഷെ നല്ല ശക്തിയുള്ള ഒരു തള്ളായിരുന്നു. അനുമോൾ സീരിയസ്ലി തെറിച്ചുപോയി. അങ്ങനെ തള്ളു കൊടുത്തു. അപ്പൊ എല്ലാരും ഓടിക്കൂടുന്നുണ്ട്. ജിസയിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ജിസയിലിനെ കാട്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ നെവിൻ പറയുന്നു നിന്റെ ഡ്രാമ എല്ലാം തീർന്നടി, നിന്റെ ഡ്രാമ തീർന്നു, നീ ഇവിടുന്ന് എവിക്റ്റായി പോവാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ ഒരു കുസലില്ലാതെ ഇങ്ങനെ തന്നെ നിപ്പുണ്ട്. ജിസയില് പിന്നെ കരയുകയാണ്. ജിസയിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് കരയുന്നത്. ഇത്രയും പ്രൊവോക്കിന് ശേഷം ജിസയിൽ ആദ്യമായിട്ടാണ് കരയുന്നത്. അങ്ങനെ ജിസയിൽ കിടന്ന് കരയാണ്. ഇത് കള്ളക്കരച്ചിലാണെന്ന് അനുമോളും പറയുന്നുണ്ട്. ഇപ്പൊ അനുമോക്ക് കൂട്ടായിട്ട് ആദിലയും നൂറയും ശൈത്യയും രേണു ഉണ്ട് കേട്ടോ. പക്ഷെ രേണു എത്ര ആൾ നിൽക്കും നമുക്ക് നോക്കാം. രേണു നിപ്പുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയൊരു വഴക്ക് നടക്കുകയാണ്. എല്ലാവരും ആർക്ക് അഗെയിൻസ്റ്റ്, അനുമോളൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് തിരികെയാണ്. അക്ബറൊക്കെ ആണെങ്കിൽ അനുമോളെ ചൊറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ചൊറിഞ്ഞ് അനുമോൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളും തിരിച്ച് അക്ബറിന് വൃത്തിയെ കൊടുക്കുന്നുണ്ട്. അക്ബറിന് ഇന്നുമായിട്ട് അനുമോളുടെ വായിന്ന് വൃത്തിയെ കേൾക്കുന്നുണ്ട്. പക്ഷെ അക്ബറിനൊന്നും തിരിച്ചു പറയാനും പറ്റുന്നില്ല. അക്ബറിന് വൃത്തിയെ കിട്ടുന്നുണ്ട് അനുമോളുടെ വായിന്ന്. അങ്ങനെ സംസാരമുണ്ട്. അപ്പാനി പോയിട്ട് ജിസയിലെ മൂക്ക് പിടിച്ച് തിരിച്ചു വന്നു, ചുണ്ട് പിടിച്ച് തിരിച്ചു എന്ന് പറഞ്ഞ് അപ്പാനി പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെ നെവിൻ പോയിട്ട് പറയാണ്, നെവിൻ അങ്ങനെ ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
പറയാൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്നെങ്കിൽ ഇവള് അല്ലെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ എവിക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ, അതായത് അനിമോളെ എവിക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ ക്വിറ്റ് ചെയ്യും. ഇത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് എവിക്റ്റായി പോവില്ല, നീ ഇന്ന് എവിക്റ്റായി പോവില്ല. അങ്ങനെയാണ് ഞാൻ പോവാന്ന് പറഞ്ഞ് അനിമോൾ നിൽക്കുകയാണ്. പക്ഷെ അനിമോൾക്ക് പോകണമെന്നില്ല, പോവില്ലെന്ന് പറഞ്ഞാണ് അനിമോൾ നിൽക്കുന്നത്. ഞാൻ ക്വിറ്റ് ചെയ്യും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നെവിൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. അതായത് നെവിന് പോണം എന്നുള്ളൊരു ഭാഷ നെവിൻ പറയുന്നുണ്ട്. ഇത് പോരാനിട്ട് നെവിൻ എന്ത് ചെയ്യുന്നുണ്ട്, നെവിൻ പിന്നെയും റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇന്നലെ ഇവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് നെവിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയി. പക്ഷെ അങ്ങനെ ആവും തോന്നുന്നില്ല, നെവിൻ തിരിച്ചു വരും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പോണം, ക്വിറ്റ് ചെയ്യണം, അതായത് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ, അതായത് ബിഗ് ബോസ് അനിമോളെ പാമ്പർ ചെയ്യുന്നു എന്നാണ് നെവിൻ പറയുന്നത്. ബിഗ് ബോസ് അനിമോളെ പാമ്പർ ചെയ്യുന്നു, ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആരോപണം വന്നത്. അങ്ങനെ ബിഗ് ബോസ് അനിമോളെ പാമ്പർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യണം, എനിക്ക് ഈ ഷോയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്നും പറഞ്ഞ് എന്ത് ചെയ്യാണ് നെവിൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതിന് ശേഷം അത് ഒരുവിധം ഒന്ന് കെട്ടടങ്ങിയപ്പം എന്ത് ചെയ്തു, നെവിനല്ല നമ്മുടെ ആ സ്ലേവ്സ് തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണ്. അതായത് അടിമകളെല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് എടുത്തിരുന്നു. കാരണം ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിഞ്ഞുകൂടാ, അനീഷ് ആകെ ചെയ്ത ഒരു ഒറ്റ ടാസ്ക് ആണ്, അത് ആ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ടാസ്ക് മാത്രമേ അനീഷ് ചെയ്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അനീഷ് പോയിട്ട് കിടന്നുറങ്ങി. ബാക്കിയുള്ളവരാണ് എന്ത് ചെയ്തത്, ബാക്കിയുള്ളവരാണ് രാത്രി ഉറക്കം ഉളച്ചിരുന്നിട്ട് ബാക്കി ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അനീഷ് പോയി കിടന്നുറങ്ങി. അപ്പൊ ഇതെന്ത് ചെയ്തു, ഇത് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതിനെ അനീഷ് ഭയങ്കരമായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കൂല, കാരണം അനീഷ് ടാസ്ക് ചെയ്തിട്ടില്ല, കറക്റ്റ്ലി ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഷാനവാസ് ഉൾപ്പെടെ അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അനീഷ് ടാസ്ക് ചെയ്തിട്ടില്ലെന്ന് പറയാണ്. എന്താ അനീഷയുടെ ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല, ആരും ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന്. അതായത് ആര്യൻ അനീഷിനോട് പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആര്യൻ പറഞ്ഞു. അതാണ് അനീഷിന് ഇഷ്ടപ്പെടാത്തത്. ആര്യൻ ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് പറയുന്നത്. പക്ഷെ ആര്യൻ ചേട്ടാ ടാസ്ക് ചെയ്തിട്ടുമുണ്ട്, ചെയ്യാതെ ഉറക്കമുളച്ചിരുന്ന് ചെയ്തിട്ടുമുണ്ട്. ഇതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തുകയാണ്. ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം ഒനീലിന് ഫസ്റ്റ് ബർത്ത്ഡേ വിഷസ് പറയാണ്. അങ്ങനെ ബിഗ് ബോസ് പിന്നീട് പറയുന്നു, ഇത് മറ്റ് സീസൺ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമാണ്, കുറച്ച് ടഫാണ് എന്നൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്, ഇത് 7ന്റെ പണിയാണ് എന്ന ടാഗ് ലൈൻ ഒക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വാഗ്വാദങ്ങളാവും, പക്ഷെ അതൊരു ഫൈറ്റിലേക്ക് പോകരുതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നിട്ട് അനിമോളെയും ജിസയിലെയും കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ അനിമോള് എന്താവുന്നത്, അനിമോള് ഗെയിം കളിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി അനിമോള് ഗെയിം കളിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. കാരണം സാധാരണ ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് പേടിക്കണ്ടേ, ഇത് അനിമോൾക്ക് ഒരു പേടിയിൽ അനിമോൾ ചിരിച്ച് കളിച്ച് അനിമോൾ എന്ന് ബിഗ് ബോസ് വിളിക്കുമ്പോ എന്താ ബിഗ് ബോസേ എന്ന് ജിസയിൽ നോക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. അനിമോൾ അവിടെ കളിയും ചിരിയും, അനിമോള് കൺഫെഷൻ റൂമിൽ നിന്ന് കളിയും ചിരിയും. അപ്പൊ തന്നെ മനസ്സിലാക്കാം അനു ഒരു ഒന്നൊന്നര ഗെയിമർ തന്നെയാണ്. ഇൻ കേസ് എല്ലാരും പറയുന്നത് ഡ്രാമെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ റിയൽ, അനിമോള് ഗെയിമറാണ്, ഗെയിം കളിക്കുന്നുണ്ട്. അവിടെ ഇന്നും അനിമോള് ഗെയിമിംഗ് ആണ്. പക്ഷെ ജിസേൽ അവിടെ ഇരുന്ന് കരച്ചിലുമാണ്. ശരിക്കും പറഞ്ഞാൽ കരയേണ്ടത് അനിമോളായിരുന്നു. കാരണം അമ്മാതിരി തള്ളാണ് ജിസേല് തള്ളിയത്. അതായത് ജിസേല് തള്ളിയതിന്റെ അത്ര പോലും പവർ അനിമോള് ഇത് തുടച്ചപ്പോ ഇല്ലായിരുന്നു. സീരിയസ്ലി ഇല്ലായിരുന്നു. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇങ്ങനെ തുടച്ചു. അപ്പം ബിഗ് ബോസ്, അപ്പൊ അനിമോള് പറയുന്നത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റൂൾസ് ഫോളോ ചെയ്യുന്ന, റൂൾസ് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ജിസയിൽ മേക്കപ്പ് ഇട്ടതെന്നൊക്കെ പറയുമ്പോൾ അത് അതിന് നീ ഇങ്ങനെ ടച്ച് ചെയ്യണോ, ഇത് പലരും വളച്ചൊടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവിടെ ഇങ്ങനെ അത് ആദ്യം ജിസയിൽ തന്നെയാണ് മാറ്റി പറയുന്നത്. പക്ഷെ എല്ലാവരും മൂക്ക് പിടിച്ച് തിരിച്ച്, ചുണ്ട് പിടിച്ച് തിരിച്ചു എന്നൊക്കെ വേറെ കാണാത്ത ആൾക്കാർ വരെ വളച്ചൊടിച്ച് പറയുന്നുണ്ട്. പക്ഷെ അനിമോള് ഈ ടിഷ്യൂ വെച്ച് തുടച്ചതാണെങ്കിലും അത് തെറ്റാണ്, അനിമോള് ചെയ്ത തെറ്റാണ്. അങ്ങനെ അത് ജിസയിലും അനിമോളും കൺഫെഷൻ റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പറയാണ്, ഞങ്ങളിത് കണ്ടു, ഞങ്ങളിത് ക്ലിയർ ആയിട്ട് കണ്ടു, ഈ ഫൂട്ടേജ് തന്നെ ലൈവായിട്ട് കണ്ടു, ഫൂട്ടേജ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ഇതിന്റെ തുടർ നടപടികള് ശ്രീ മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ, ലാലേട്ടന്റെ എപ്പിസോഡിൽ എന്ത് ചെയ്യാം, ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് രണ്ടുപേരെ അറിയിച്ചു. എന്നിട്ട് പിന്നെയും രണ്ടുപേര് തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. പക്ഷെ അനിമോള് ചിരിച്ചു കളിച്ച് നിൽക്കുകയാണ്, ഒരു പേടിയില്ല. അനിമോള് ചിരിച്ചു കളിച്ച് അവിടെ നിൽക്കുകയാണ്.
എന്താണ് ചിരിക്കുന്ന ജിസേൽ പറയുന്ന അടിച്ച് ചിരിക്കുന്നതൊക്കെയാണ്. ഇത് നിന്റെ ഡ്രാമ, കരച്ചിൽ നിന്റെ ഡ്രാമയാണെന്ന് അനുമോള് ജിസേലിനോട് പറയുന്നു. ജിസേലിന്റെ കരച്ചിൽ ഡ്രാമയാണെന്ന് അനുമോള് പറയുന്നു. ഇത്രയും നാള് അനുമോളുടെ കരച്ചിൽ ഡ്രാമയാണെന്ന് ജിസേല് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നേരെ അത് തിരിച്ചായി. അവളെ കരഞ്ഞോട് നാടകം കളിക്കുന്നു. ഇന്ന് ഫുൾ ഡ്രാമ നാടകം വാക്കായിരുന്നു. പിന്നെ ക്വിറ്റും. അങ്ങനെ അവള് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരോട് പറഞ്ഞു ഇതിന് നടപടികൾ ഉണ്ടാവും. ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ ക്രിയേറ്റേഴ്സ് ഇതിനൊരു ബോർഡ് മെമ്പേഴ്സ് ഇതിനൊരു നടപടി ഉണ്ടാക്കും എന്ന് പറയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇവര് എവിക്റ്റായി, അനുമോളോ ജിസയിലോ എവിക്റ്റായി പോകുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ഇവരെ എല്ലാ സീസണിലും എല്ലാ വീക്കെൻഡിലും നോമിനേഷനിലിടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഇവരെല്ലാം സീസണിൽ നോമിനേഷനിലിടും, അല്ലെങ്കിൽ ഇവരെ എവിക്റ്റ് ചെയ്ത് വിടും. പക്ഷെ ഈ എവിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നില്ല എവിക്റ്റ് ചെയ്ത് വിടുമെന്ന് തോന്നുന്നില്ല. ഇതിന് എന്താ അത്രയ്ക്കൊരു സിവിയർ ആയിട്ടുള്ളൊരു സീരിയസ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ ജിസയില് മെഡിക്കൽ ഇത് എടുത്തിട്ടില്ല, അനുമോളും എടുത്തിട്ടില്ല. അനുമോള് ജിസയിൽ വിളിച്ച് തള്ളിയാൽ അനുമോൾക്കും കംപ്ലൈന്റ് ഇല്ല, പക്ഷെ ജിസയിലാണ് കംപ്ലൈന്റ് ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല എവിക്റ്റ് ചെയ്ത് വിടും തോന്നുന്നില്ല. മിക്കവാറും 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് നോമിനേഷനിൽ പോകും. അങ്ങനെയാണെങ്കിൽ അവിടെ ആര്യന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വെളിയിൽ ഫൈറ്റ് കിടക്കുന്നുണ്ട്. നെവിനും നൂറയും തമ്മിൽ. അങ്ങനെ ആര്യനും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ചെരിപ്പ് പറഞ്ഞാൽ എന്നെ ഇത് എവിക്ഷനിൽ ഇട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആര്യനും അവിടെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആര്യന് വലിയൊരു പണിഷ്മെന്റ് കൊടുക്കില്ല. ഇത് ഒരാഴ്ചയിൽ നോമിനേഷനിൽ ഇട്ടുള്ളൂ. മിക്കവാറും ഇവരെ നോമിനേഷനിൽ ഇടാനായിരിക്കും ചാൻസ്. അതിന് നെവിൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് അതിലോട്ട് വരാം. അങ്ങനെ ഇവർ പരസ്പരം പറഞ്ഞ് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് നെവിനെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അതെ, കൺഫെഷൻ റൂമിലുള്ള ബിഗ് ബോസ് വിളിച്ച് എണീപ്പിച്ചിട്ട്, നെവിൻ നിങ്ങൾ ക്യാമറയിൽ നോക്കി എന്തോ പറഞ്ഞിരുന്നല്ലോ, എന്താണതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുമ്പം നെവിൻ പറയാണ് ഇത്. പക്ഷെ അതായത് ബിഗ് ബോസ് കറക്റ്റ്ലി ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നെവിൻ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും നേരത്തെ നടന്ന സംഭവമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു ബന്ധവും ഇല്ല. നെവിൻ നല്ല ഫണ്ണി മൊമെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നല്ല എന്റർടൈനർ ആണ്. പക്ഷെ നെവിൻ ഒരൊറ്റ ഗെയിമേ ഉള്ളൂ, അത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് മാത്രമാണ്. നെവിന്റെ ഗെയിം അനുമോൾക്ക് എഗെയിൻസ്റ്റ് മാത്രമാണ്. ജിസയിലും ഇപ്പൊ ഗെയിം കളിക്കുന്നത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് മാത്രമാണ്. വേറെ ആർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ജിസയിലും ഗെയിം കളിക്കുന്നില്ല. അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പൊ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആണ് ഗെയിം കളിക്കുന്നത്. പക്ഷെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിയൽ ആയിട്ട് നിന്ന് ഗെയിം കളിച്ചിരുന്നത് നെവിനും ജിസയിലും മാത്രമാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, നെവിനും ജിസയിലും മാത്രമേ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഗെയിം റിയൽ ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്തോന്നാണ് ജിസയിലിന്റെ പുറകിൽ നിന്ന് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഡയറക്റ്റ്ലി അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നത് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നെവിൻ പിന്നെയും ഈ ഇൻസിഡന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് റീസൺ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിന് വ്യക്തമാകുന്നില്ല. അങ്ങനെ നെവിനോട് ബിഗ് ബോസ് പറയാണ്, നെവിൻ പറഞ്ഞത് ഒന്നെങ്കിൽ അനുമോളെ എവിക്റ്റ് ചെയ്ത് വിടണം, അല്ലെങ്കിൽ അനുമോളെ ഡയറക്റ്റ് നോമിനേഷനിൽ എല്ലാ ആഴ്ച ഇടണം, ഇല്ലെങ്കിൽ എനിക്ക് ക്വിറ്റ് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, അതായത് ബിഗ് ബോസിനെ വെല്ലുവിളിച്ച കണക്കാണ് നെവിൻ സംസാരിച്ചത്. ഒന്നാമത്തെ കാര്യം. അങ്ങനെ ബിഗ് ബോസ് പറയാണ്, താങ്കൾക്ക് തീരുമാനം അതാണെങ്കിൽ പ്രധാന വാതിൽ തുറന്നിരിക്കുകയാണ്, താങ്കൾക്ക് പുറത്തേക്ക് വരാം എന്ന് ബിഗ് ബോസ് പറയാണ്. പ്രധാന വാതിൽ തുറന്നിട്ടിരിക്കാം. അങ്ങനെ പറയുമ്പോൾ തന്നെ മെയിൻ ഡോറ് തുറന്നിരിക്കുകയാണ്. അപ്പം താങ്കൾക്ക് പ്രധാന വാതിൽ പുറന്നു വരാം. ഇപ്പം അപ്പോഴാണ് നമ്മുടെ നൂറ എക്സ്പോസ്ഡ് ആവുന്നത്. അതായത് നൂറയുടെ ഗെയിം തുടങ്ങുന്നത്. നൂറ കൈയടിച്ചുകൊണ്ട് ട്രിഗർ ചെയ്യുന്നത്, യു ഹാവ് ടു ഗട്സ്, ഇറങ്ങിപ്പോ എന്നൊക്കെ നോറ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അനീഷിന്റെ ബാധ കയറി കണക്ക് നൂറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഗട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. സംഭവം വേറൊന്നുമില്ല, ആദിലിനെ നൂറനെ പിരിക്കുമെന്ന് നെവിൻ പറഞ്ഞു. അത് ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തോ നെവിൻ പറഞ്ഞു, ആദിലിനെ നൂറനെ പിരിക്കുമെന്ന്. അത് ഇവർക്ക് കൊണ്ടിട്ടുണ്ട്.
അതാണ് നേരെ നെവിൻ ഇവര് ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ച നെവിൻ എഗെയിൻസ്റ്റ് ആയിരുന്ന. പക്ഷെ ഈ സംഭവം ഇത് അനിമോളുടെ പ്രശ്നമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നെവിൻ പോക്കി വെച്ചെന്ന് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്ത് നൂറ അത് അവരുടെ ഗെയിമാക്കി മാറ്റി. അത് നൂറ അവരുടെ ഗെയിമാക്കി മാറ്റി. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഇത് നേരത്തെ ഇത് പറയുന്നുണ്ട്, നീ പറഞ്ഞ വാക്ക് മാറ്റി പറയല് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ വിച്ച് വെക്കിച്ചെന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നൂറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാരും കൂടെ നെവിനെ പോവല്ലേ എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പുറകെ പോകുന്നുണ്ട്. അനിമോൾ അവിടെ ഇരിപ്പുണ്ട്, രേണോ വേറെ ആരും കൂടെ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് എല്ലാരും നെവിന് പുറകെ പോവാണ്. നെവിനെ പോവല്ലേ അയ്യോ നെവിനെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പാനിക്കൊക്കെ സഹിക്കാൻ വയ്യ നെവിൻ ഇറങ്ങി പോകുന്നത്. ജിസേനെ കാട്ടി സഹിക്കാൻ വയ്യാത്ത അപ്പാനിക്കാണ്. അപ്പാനിക്കിട്ട് 2 പൊട്ടിക്കണം എന്ന് പറഞ്ഞ നെവിനിട്ട് 2 പൊട്ടിക്കണം എന്ന് പറഞ്ഞ ഗ്യാങ്ങിലെ മെമ്പർ ആയിരുന്നു അപ്പാനി പറഞ്ഞു നെവിനെ പോവല്ലേ എന്ന്. ആര് പറയണം? അപ്പാനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വല്ല ചീത്തയും വിളിച്ച് പറയും ഇങ്ങനെ ഷോ ഓഫ് കാണിക്കില്ലേന്ന്. അങ്ങനെ ഷോ ഓഫ് അല്ല. അങ്ങനെ നെവിൻ ആദ്യം ബെഡ്റൂമിൽ പോയിട്ട് എന്തോ സാധനം അടുക്കി പറക്കി വെച്ചിട്ട് നേരെ എങ്ങോട്ട് പോവാണ്? നേരെ ഓടി ഇറങ്ങി പോവാണ്. ജിസയിലൊക്കെ പോയി പിറകിന്ന് പിടിക്കുന്നുണ്ട്. എടാ പോവല്ലേ നെവിൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നുണ്ട്. നെവിൻ ഒരൊറ്റ ഓട്ടം. നമ്മുടെ ഡോർ ഇറങ്ങിയിട്ട് നെവിൻ ഗാർഡൻ ഏരിയ വഴി ഒറ്റ ഓട്ടത്തില് എങ്ങോട്ട് പോവാണ്? പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവാണ് നെവിൻ. പക്ഷെ ഇവിടെ നെവിൻ എടുത്ത തീരുമാനം മണ്ടത്തരോ. കാരണം നെവിൻ ഇങ്ങനെ നെവിൻ ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അത് അനിമോളെ എവിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് അത് അനിമോൾക്ക് ഗുണകരമായിട്ട് വരും. കാരണം അനിമോളുടെ പേര് പറഞ്ഞാൽ നെവിൻ ഇറങ്ങിപ്പോയത്. അങ്ങനെ അനു ഇറക്കി വിട്ട കണക്കായി പോകും നെവിൻ ഇറങ്ങിപ്പോയത് നാളെ. സീരിയസ്ലി ഇത് അനിമോൾക്കേ ഗുണം ചെയ്യുള്ളൂ. ഒന്നാമത് അപ്പാനി അക്ബറിനെയും കൊണ്ടിച്ച് അനിമോൾക്ക് ഇപ്പം വോട്ടിങ് ഇങ്ങനെ കുമിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാനി അക്ബറിനെയും കൊണ്ടിച്ച് എന്തിന്? ഇവക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് PR കൂടിച്ച്. ഇന്നാള് വരെ അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് അനീഷിന് PR കൂട്ടി. ഇപ്പതാണ് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ച് അനിമോൾക്ക് PR കൂട്ടി. ഇവരെ വെറുപ്പിച്ചിട്ട് ഇവരെ ആർക്ക് എഗെയിൻസ്റ്റ് തിരിയുന്നോ അവർക്കെല്ലാം കയറ്റാൻ മാത്രമേ ഉള്ളൂ. ഒരു ഇറക്കവും ഇല്ല. പിന്നെ അനീഷിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അനീഷ് ഇപ്പം അനീഷിനെ ഇപ്പൊ കാണാനേ ഇല്ല. ഇന്നാണ് അനീഷിനെ വാ തുറന്ന് കണ്ടത്. അതും ഇവരെല്ലാരും കൂടെ തിരിഞ്ഞപ്പം. നല്ലത് അനീഷിനെ കണ്ടതേ ഇല്ല. അനീഷ് ഇവിടെ ജിസൈലിന് സപ്പോർട്ട് ചെയ്താണ് അനീഷ് നിന്നത്. നെവിൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ജിസൈലിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു നല്ല രസം, ഇവരിങ്ങനെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിമോള് ആ മേക്കപ്പ് റൂമിന്റെ അവിടെ നിന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ക്യാമറ കണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ തിരിച്ചു വെച്ചിട്ട് ഒരുമാതിരി നാണം കുടുങ്ങി കളിക്കുന്നു. ക്യാമറ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അനിമോളും ഇതിങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ആദില ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് വന്നിട്ട് പറയണം, ആദിലും നൂറേം അവനെ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു അവന് ഗട്ട്സ് ഉള്ളതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി, അത് അവന്റെ ഗെയിമാണ്, ഇത് അവന്റെ ഗെയിമാണെന്ന് നൂറ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. മാക്സിമം നെവിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. നെവിൻ അവിടെ പറയുന്നത് നിങ്ങൾ LGBTQ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമില്ല അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പം ഒരു കാര്യമുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അവർ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അത് അവർക്ക് തന്നെ എഗെയിൻസ്റ്റ് ആവും. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ പൊക്കി പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ അത് നെവിന്റെ ആ ഒരു ഗെയിം നൂറയുടെ അടുത്ത് ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെ ആദ്യം തുള്ളിച്ചാടിക്കൊണ്ട് അനുവിന്റെ അടുത്ത് വരെയാണ് നൂറ ഇവിടെ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഹൈപ്പറായിട്ട് ഇരിക്കുകയാണ് നൂറ. അപ്പം അയ്യോ എടി ഞാൻ കാരണമല്ലടി പോയി അനിമോള്, അയ്യോ എടി ഞാൻ കാരണമല്ലടി അവ ഇറങ്ങിപ്പോയത്, ഇനി അപ്പാനെയും ജിസയിലും എല്ലാം കൂടെ എനിക്ക് എന്റെ നേരെ ഇങ്ങോട്ട് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് അനിമോൾ ഇങ്ങനെ കിടന്ന് കരച്ചു തുടങ്ങി. അപ്പോഴേക്കും നീ കാരണമല്ല പോയത്, ആദിലയും നൂറയും കാരണമാണ് പോയതെന്ന് ആദില പറയണത്. നീ കാരണമല്ല പോയത്, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നൂറയും പറയും. നീ കാരണമല്ല പോയത്, ആദിലയും നൂറയാണ് അവൻ ഇറക്കി വിടുന്നത്, ഞങ്ങൾ കാരണമാണ് അവർ പോയത് എന്ന് പറയുന്നുണ്ട്. അതായത് അനിമോള വിഷയത്തിൽ തുടങ്ങി അവൻ ഇറങ്ങിപ്പോകാൻ കാരണം ഇപ്പൊ ആദിലയും നൂറയാണ് കാരണം. അങ്ങനെ അതിന്റെ പേരിലൊരു സംസാരം അവിടെ നടക്കുന്നത്. ആദിലയും നൂറയ്ക്ക് അക്ബർ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ആദിലയും നൂറയും കയറി വരും. പക്ഷെ ആദിലയും നൂറ ഇങ്ങനെ ഗെയിം കളിച്ച് ആദിലയും നൂറ മിണ്ടാതെ വാ തുറന്ന് ഇങ്ങനെ ഗെയിം കളിച്ച് പോയാൽ സുഖമായിട്ട് അവർക്ക് സപ്പോർട്ട് കിട്ടും.
സുഖമായിട്ട് അവർക്ക് സപ്പോർട്ട് കിട്ടും, സീരിയസ്ലി സപ്പോർട്ട് കിട്ടും. അങ്ങനെ അനിമോള് പിന്നീട് അപ്രത്യക്ഷമാവണം. എന്നിട്ട് അക്ബറും അപ്പാനും കൂടെ നടി എവിടെ എന്നൊക്കെ ചോദിച്ച് അപ്പാനി അക്ബറും കൂടെ പോകുന്നുണ്ട്. അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. പിന്നീട് അനിമോളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, അക്ബറും അപ്പാനിയും കൂടെ ട്രിഗർ ചെയ്ത് നാടകമെല്ലാം പൊളിഞ്ഞ് എല്ലാം അവള് നടിയാണ്, നാടകം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അപ്പാനെ നല്ലപോലെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പം റെന അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നു. റെനയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അനിമോള് വേണമല്ലോ. റെന അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നു. അതായത് മാക്സിമം ഫുഡ് റെനയുടെ പ്ലേറ്റ് ഇട്ടു, അനിമോൾ ഇട്ടു. എന്നിട്ട് ഇനിയും വേണം ഇതെനിക്ക് തികയില്ലെന്ന് പറഞ്ഞ് അനിമോള് പിന്നെ റെന പിന്നെ അവിടെ പ്രശ്നമാക്കി. അപ്പൊ ഇത് കഴിച്ചില്ല, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് തരാന്ന് അനിമോള് പറഞ്ഞു. അങ്ങനെ റെന ഇനിയും വേണം എന്ന് പറഞ്ഞു. റെന വാശി പിടിച്ച് ഇരിക്കുകയാണ്. പക്ഷെ റെനയ്ക്ക് അവിടെ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രണ്ടാമതൊന്ന് വാങ്ങിച്ചാൽ പോരെ. ഇനിയും വേണം എന്ന് പറയേണ്ട കാര്യം എന്താ? എന്നിട്ട് കഴിച്ചിട്ട് മതിയായാലും കൊണ്ട് കളഞ്ഞാലോ? ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല. പക്ഷെ എന്താണ്, ഭക്ഷണത്തിന്റെ പേരിൽ റെനയും അനിമോളും അവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. റെനെ അനിമോൾ അവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, റെന ഫുഡ് വേണ്ടെന്ന് വെച്ചിട്ട് അനിമോൾ ഇട്ട ഫുഡ് തിരിച്ച് അതേ പാത്രത്തിൽ തന്നെ തിരിച്ചിടുകയാണ്. എന്നിട്ട് വേറെ വെള്ളച്ചോറ് എടുത്ത് കഴിക്കുകയാണ് റെന. അപ്പം അപ്പാനി വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പാനി ഇവിടെ അനിമോൾക്ക് അഗേൻസ്റ്റ് കളിക്കാൻ വേണ്ടി അപ്പാനി വന്ന് റെനയോട് ചോദിക്കുന്നുണ്ട്, റെനെ നിനക്ക് ആ ഫുഡ് വേണോ? വേണ്ട, ഇല്ല എനിക്ക് വേണ്ട, അനിമോൾ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് വേണ്ടെന്ന് റെനയും പറയുന്നുണ്ട്. അപ്പാനി ഗെയിം കളിക്കാൻ വന്നത് പോയി. എന്നിട്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ തീർത്തത് ബാത്റൂമിയുടെ ക്യാമറ പോയിട്ട് കണ്ടാ വലിയ കുടുംബത്തിൽ പറഞ്ഞത്, പക്ഷെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് കണ്ടിട്ട് വേണം വോട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് അനിമോൾക്ക് എഗെയിൻസ്റ്റ് അപ്പാനിയും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പാനി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. സത്യം, അപ്പാനി ഇത് പറഞ്ഞപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അപ്പാനി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്ത് കാര്യത്തിനായിരുന്നു? കാരണം അനിമോളെ പോസിറ്റീവ് ആക്കിയതും ഇവര് തന്നെയാണ്. ഇവര് നെഗറ്റീവായിട്ട് ഇരിക്കുകയാണ്. അനിമോള് കയറി വരേ ഉള്ളൂ. ഇങ്ങനെ ഗെയിം അനിമോൾക്ക് ഈ ഗ്യാങ് ആയിട്ട് നമ്മുടെ അപ്പാനി, അക്ബർ, റെന ഈ മൂന്നുപേരെയും കൂടെ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ചാൽ നിൽക്കുകയാണെങ്കിൽ അനിമോള് കയറും, ഇവര് താഴും. എനിക്ക് ആ ഫുഡിന്റെ ഈ റെനയും അനിമോളും തമ്മിലുള്ള വഴക്കണ്ടപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് പെട്ടെന്ന് സീസൺ 2 പോയി. സീസൺ 2 ഇതുപോലൊരു ചപ്പാത്തിയുടെ പേരിൽ ഒരു ഫൈറ്റ് ഉണ്ടായത് ഓർമ്മയുണ്ടോ? നമ്മുടെ രജിത് സാറും ജിസയിലും തമ്മിൽ. എനിക്ക് പെട്ടെന്ന് അതാണ് കത്തിയത്. ഏതായാലും അങ്ങനെയാണ് അവിടെ പ്രശ്നം നടക്കുകയാണ്. പിന്നീട് സ്പോൺസർ ടാസ്ക് വന്നു. സ്പോൺസർ ടാസ്ക് സൺട്രിച്ചിനെയാണ്, അതും കഴിഞ്ഞു. അതെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് ചെയ്തത്. ഇതിന് ശേഷം ബിഗ് ബോസ് അയഞ്ഞിരിക്കുകയാണ്. അതെ, ബിഗ് ബോസ് ഇവരുടെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പണിപ്പുരയിലേക്ക് പൊക്കോ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഇനി സമയമില്ല, പോയിന്റ് നിലയില്ല, പണിപ്പുരയിലേക്ക് പൊക്കോ, എല്ലാം കൈ നിറച്ച് വാരിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നത്. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല. ആര്യനൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഗെയിമാണ്, ഇനി ഞാൻ കയറുന്നില്ല, പണിപ്പുരയിൽ കയറുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആര്യൻ അവിടെ അഭിലാഷിനൊക്കെ വിളിച്ചിട്ട് എടാ ഇത് ബിഗ് ബോസിന്റെ ഗെയിമാണ്, നിങ്ങൾ കേരളം എന്ന് പറഞ്ഞ അപ്പാനി, അഭിലാഷ്, അക്ബർ, റെന ഇവരെയൊക്കെ വിളിച്ചിട്ട് ആരെയും പറയുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് പറയാൻ പറഞ്ഞ് ഞാൻ മനസാക്ഷി ഇല്ലാത്തവനല്ല, ഞാൻ ഗെയിം ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ഇറക്കിയിട്ടുണ്ടെന്നും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷെ മനസാക്ഷി ഇല്ലാത്തവനല്ല, എല്ലാവരും പോയി എടുത്തോന്ന് ബിഗ് ബോസ് പറയണം. ആര്യൻ അവിടെ ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ആര്യൻ ഭയങ്കരമായിട്ട് ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മോഹൻലാലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ അവര് കൈ നിറയെ വാരുകയാണ്. അവരുടെ എല്ലാ സാധനങ്ങളും ഫുഡും എല്ലാം തിരിച്ചു കിട്ടാൻ കാരണമായത് നമ്മുടെ അനിമോളും ജിസയിലും. അതിലവർക്ക് അഭിമാനിക്കാം. അങ്ങനെ അവിടെ എല്ലാവർക്കും എല്ലാ സാധനം കിട്ടി, സന്തോഷമായി. ഇതിപ്പോ അക്ബർ പിന്നെ നൈറ്റ് 1 മണി ആയപ്പോഴേക്കും അക്ബർ എന്ത് ചെയ്തു, നമ്മൾ അനിമോളെ പ്രവോക്ക് ചെയ്തു. അനിമോള് വന്നിട്ട് മുടിഞ്ഞ പ്രാക്ക്. അക്ബറിന്റെ പ്രാക്ക്, എന്നെ കരയിച്ചിന് നീ അനുഭവിക്കും, ദൈവം തരുവടാ നിനക്ക്. അക്ബർ ഇക്കാന്നല്ല എടാന്ന് വിളിച്ചിട്ട് നിനക്ക് മുടിഞ്ഞ പ്രാക്കാണ് പറഞ്ഞ, നിനക്ക് ദൈവം തരുവടാ, നിനക്ക് ദൈവം തരൂ എന്നൊക്കെ പറഞ്ഞ് അക്ബറിന് ഇന്ന് പ്രാവുന്നുണ്ട്. അപ്പാനി അടുത്തിരിപ്പുണ്ട്, റെനെ അടുത്തിരിപ്പുണ്ട്. ദൈവമേ, അനിമോളെ പ്രാക്കാണ് മിക്കവാറും ഏക്കും തോന്നുന്നു അക്ബറിന്. നോക്കാം, ഇതിപ്പം ജാൻമണിയെ കണക്കായി പോയി പ്രാക്ക്. ഇനി മുതൽ നാളെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ഫുള്ള് ഈ പ്രാക്കായിരിക്കും. റീൽസിൽ ഫുള്ള് അനിമോള പ്രാക്കായിരിക്കും. അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ വർഷത്തെ അതേ വാചകം കമന്റ് സെക്ഷനിൽ ഇപ്പൊ കാണുന്നുണ്ട്. അതായത് നമ്മുടെ സീസൺ 4 ജാസ്മിൻ ഒരു കപ്പ്,
സീസൺ 5 ശോഭയ്ക്ക് ഒരു കപ്പ്, സീസൺ 6 ജാസ്മിൻ ഒരു കപ്പ്, ഇപ്പൊ തന്നെ സീസൺ 7 ബിഗ് ബോസ് വക അനുമോൾക്ക് ഒരു കപ്പ്. ആ ആരോപണം പിന്നെയും വന്നിട്ടുണ്ട്. ഒരു കപ്പ് ആരോപണം ഇപ്പൊ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല അനുമോൾക്ക് ഈ യൂട്യൂബിലൊക്കെ വരുന്ന പോളില് ആരാകും ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്ന ഒരു പോളൊക്കെ വരുന്നുണ്ട്. അതിൽ അനീഷ്, ഷാനവാസ്, അനുമോൾ 3 പേരാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിപ്പം ആദ്യം അനീഷിനായിരുന്നു വോട്ട് കൂടുതൽ, പിന്നെ ഷാനവാസിനായി വോട്ട് കൂടുതൽ, ഇപ്പൊ വോട്ട് കൂടുതൽ അനുമോൾക്ക്. എന്തോ ഇനി നാളെ നൂറ ഇതുപോലെ നിന്ന് കളിക്കുകയാണെങ്കിൽ നാളെ നൂറയുടെ പേരും വരും, നൂറയ്ക്കും വോട്ട് കൂടും. വിന്നറിന് ടോപ്പ് 5 തീരുമാനിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അത് ഇനിയും സമയം കിടപ്പുണ്ട്, ഇനിയും സമയം കാണാം. സീസൺ 6 ടോപ്പ് 5 ആര് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഫിനാലെ വീക്ക് വരെ. സീരിയസ്ലി അങ്ങനെയായിരുന്നു ഗെയിം പോയത്. ഇത് ഏകദേശം അങ്ങനെയാണ് ഗെയിം പോകുന്നത്. നമുക്ക് അപ്പം ഇതിനിടയ്ക്ക് ഇത് ഒരു സംഭവം കൂടെ ഉണ്ടായി. ഇതിനിടയ്ക്ക് ആര്യൻ അനുമോളിലെ കിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് തിരിച്ചു വന്നിട്ട് ആര്യനെ വിളിച്ചുണർത്തിയിട്ട് അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അനുമോള് ഫയറായിട്ട് പാതിരാത്രി ബാധ കയറി കണക്ക് അനുമോൾ ഫയറായിട്ട് നിൽക്കുകയാണ്. അനുമോൾ ഫയർ ആര്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് നീ എന്റെ കിറ്റ് എടുത്തോ, എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല, ഞാൻ അവളുടെ കിറ്റ് എടുത്താണ് ഞാൻ യൂസ് ചെയ്യാനാണ് കുളിച്ചത്. ആര്യൻ കിറ്റ് എടുത്തോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആര്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റനെ പോയി വിളിച്ചുണർത്തിയിട്ട് എന്റെ കിറ്റ് മര്യാദയ്ക്ക് തിരിച്ചു തരാൻ പറഞ്ഞ ആര്യൻ എടുത്തു. ഞാൻ കണ്ടില്ല, പക്ഷെ അവൻ ചിരിക്കുന്നുണ്ട്, അവനാണ് എടുത്തതെന്ന് പറഞ്ഞ് അപ്പാനെ വിളിച്ചുണർത്തുന്നുണ്ട്. ഇവിടെ എപ്പിസോഡ് തീരുകയാണ്. അങ്ങനെ കണ്ടന്റിന്റെ മേളമായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ്. ഫുൾ കണ്ടന്റ്, ഒരു സീക്വൻസ് പോലും വിടാൻ പറ്റാത്ത ഫുൾ കണ്ടന്റിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു. എന്തായാലും നെവിൻ നാളെ തിരിച്ചു വരുമെന്നൊക്കെ ചിലരൊക്കെ റിവ്യൂ അപ്ഡേറ്റ് ഇടുന്നുണ്ട്. നെവിൻ നാളെ തിരിച്ചു കയറും എന്ന് പറയുന്നുണ്ട്. നാളത്തെ ലൈവ് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നെവിൻ തിരിച്ചു കയറുമോ. പിന്നെ അത് മാത്രമല്ല ഫ്രൈഡേ ആണ് ലാലേട്ടന്റെ ഷൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രൈഡേ ഇവർക്കെതിരെ തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് സാറ്റർഡേ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ അവർക്ക് ഡ്രൈ ഡേ കൊടുക്കുമായിരിക്കും. അത് മാത്രമല്ല AD വൈൽഡ് കാർഡിനെയും കയറ്റും എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് സ്വേച്ഛാധിപതി ടാസ്ക് എൻഡ് ചെയ്തിട്ടുണ്ട്. അതിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും സാധനം തിരിച്ചു കൊടുക്കൂലല്ലോ. അപ്പോൾ ഇന്ന് ഫുൾ കണ്ടന്റ് പൂരിതമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നോക്കാം അനുമോൾക്കും ജിസേലിനും എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ആക്ഷൻ വരുന്നത്. നെവിൻ നാളെ തിരിച്ചു കയറുമോ, ഇനി അനുമോളുടെ ഗെയിം ഇങ്ങോട്ടാണ് കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരെയും അല്ല, കാരണം ഇപ്പം കരച്ചിലൊക്കെ കുറച്ച് എല്ലാവർക്കും എതിരെ നിൽക്കുന്ന ഗെയിംസ് ആയിട്ട് എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കുന്നുണ്ട്. അനുമോള് നല്ല ഗെയിം തന്നെയാണ് എന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ താങ്ക് യു ഓൾ.